വെഞ്ഞാറമൂട് കൂട്ടക്കൊലയിൽ പ്രതി അഫാന്റെ അമ്മയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. അഫാന്റെ പിതാവ് റഹീം ഇന്ന് തിരുവനന്തപുരത്തെത്തും. യാത്രാരേഖകൾ ശരിയായത് പൊതുപ്രവർത്തകന്റെ ഇടപെടലിലൂടെയാണ്. അഫാൻ 14 ദിവസത്തെ റിമാൻഡിൽ. മെഡിക്കൽ ബോർഡ് ചേർന്ന് ഡിസ്ചാർജ് തീരുമാനിക്കുന്നതുവരെ ആശുപത്രി സെല്ലിൽ തുടരും. ചന്തു ചന്ദ്രശേഖറുണ്ട്. ചന്തു, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട്? കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും പുതുതായി നൽകാനുള്ള വിവരം, ഈ അഫാന്റെ പിതാവ് അബ്ദുൾ റഹീം ഇന്ന് തിരുവനന്തപുരത്ത് എത്തുമെന്നതാണ്. കാരണം യാത്രാരേഖകൾ ശരിയല്ലാത്തതിനാലും വലിയ തരത്തിലുള്ള സാമ്പത്തിക ബാധ്യത ഉള്ളതിനാലും ഗൾഫിൽ തുടരേണ്ട ഒരു സാഹചര്യമായിരുന്നു ഈ അബ്ദുൾ റഹീമിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നാട്ടിലേക്ക് കഴിഞ്ഞ കുറച്ചു നാളുകളായി നാട്ടിലേക്ക് എത്താൻ കഴിഞ്ഞിരുന്നില്ല. അവിടെ കുടുങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു. കാരണം വലിയ തരത്തിലുള്ള കടബാധ്യത ഉണ്ടായിരുന്നു. അവിടെ ഒരു ബിസിനസ് നടത്തുകയും അത് പൊളിയുകയും ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നഷ്ടപരിഹാരം നൽകുക, അങ്ങനെ തുടങ്ങിയ നടപടിക്രമങ്ങൾ ഒരുപാട് അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഈ കൊലപാതകം നടന്നതിന് ശേഷവും അദ്ദേഹത്തിന് നാട്ടിലേക്ക് മടങ്ങി വരാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ അവിടെയുള്ള സാമൂഹ്യ പ്രവർത്തകരുടെ ഇടപെടലിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ മടങ്ങി വരവ് സാധ്യമായിരിക്കുന്നത്. ഇന്ന് രാവിലെ 7:15 തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അദ്ദേഹം എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദമാമിൽ നിന്ന് അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് തിരിച്ചുവെന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെയെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിന്, കൂടുതൽ വിവരങ്ങൾ പോലീസിന് നൽകാൻ കഴിയും. കാരണം പോലീസ് അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തും. വലിയ തരത്തിലുള്ള സാമ്പത്തിക ബാധ്യത കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടെന്നാണ് പ്രതി അഫാൻ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഈ അബ്ദുൾ റഹീമിന് തുക അയച്ചതുമായി ബന്ധപ്പെട്ടൊക്കെ ഒരു കൃത്യത ഈ കേസിൽ പോലീസിന് ലഭിക്കേണ്ടതുണ്ട്. എത്ര രൂപയാണ് വിദേശത്തേക്ക് അയച്ചതെന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ വ്യക്തത വരും. എന്തായാലും അബ്ദുൾ റഹീം എത്തുന്നതോടുകൂടി ഈ കടബാധ്യതകൾ സംബന്ധിച്ചൊക്കെയുള്ള വിവരങ്ങൾ പോലീസിന് ലഭ്യമാകും. ഈ അഫാന്റെ അധിക ചെലവ് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. ഈ ഏതെങ്കിലും തരത്തിൽ അബ്ദുൾ റഹീം ഇവിടെ നിന്നും തുക അങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത അബ്ദുൾ റഹീം എത്തുന്നതോടുകൂടി പോലീസിന് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും അബ്ദുൾ റഹീം ഇപ്പോൾ റിമാൻഡിൽ തന്നെ തുടരുകയാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയോട് സഹകരിക്കുന്നുണ്ടെന്നാണ് ആശുപത്രി അധികൃതർ നൽകുന്ന വിവരം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഈ ചികിത്സയിൽ കഴിയുന്ന വെഞ്ഞാറമൂട് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന അമ്മ ഷെഫിയുടെ മൊഴി ഇന്ന് പോലീസ് രേഖപ്പെടുത്തും. കഴിഞ്ഞ ദിവസം മൊഴി രേഖപ്പെടുത്താൻ ശ്രമിച്ചിരുന്നുവെങ്കിലും കാര്യമായി അവർക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. താടിയെല്ലുകൾ പൊട്ടിയ ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്തായാലും ഇന്ന് മൊഴി രേഖപ്പെടുത്തും. അവരുടെ ആരോഗ്യനില പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്നാണ് ആശുപത്രി അധികൃതർ നൽകിയിട്ടുള്ള വിവരം. അങ്ങനെയെങ്കിൽ ഇന്ന് മൊഴി രേഖപ്പെടുത്താൻ കഴിയും. അബ്ദുൾ റഹീം കൂടി എത്തുന്നതോടുകൂടി ഈ കേസിൽ ഈ സാമ്പത്തിക ബാധ്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ കൂടുതൽ വ്യക്തതയും വരും. ശരി, ചന്തു ചന്ദ്രശേഖറാണ് വിശദാംശങ്ങൾ നൽകിയത്.